തുടങ്ങണ്ടേ? മാം വന്നിട്ടില്ലല്ലോ. ഇവിടെ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നമുക്ക് തുടങ്ങായിരിക്കും. അതേടാ, റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലോ, നമുക്ക് തുടങ്ങാം. ടീച്ചറിന് ഒരു ഗുഡ് മോർണിംഗ് പറയല്ലോ, ടീച്ചർ ഇല്ലല്ലോ. അതെ, മറ്റേ അശ്വതി മിസ് പറഞ്ഞിട്ടില്ലേ? അശ്വതി മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് വന്ന് മിസ്സിനെ കണ്ടിട്ട് മിസ് നമ്മള് വെൽക്കം ചെയ്യുമ്പോൾ ചിലപ്പോ ആ മിസ് ആയിരിക്കില്ലെങ്കിലോ. സ്റ്റൈലിംഗ് ചെയ്യണമെങ്കിൽ മിസ്സിനെ അല്ലേ ചെയ്യുന്നത്, മിസ് ഇല്ലാതെ എങ്ങനെ നമ്മൾ ചെയ്യും? നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. Good morning. Good morning, ma'am. Good morning, ma'am. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. സ്റ്റാർട്ട് ചെയ്യട്ടെ? Okay. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പ്രാർത്ഥനകൾ എന്നും നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്നു. ഇന്നത്തെ ക്ലാസ്സും സമാധാനത്തോടെ ഒരു പ്രാർത്ഥനയോട് കൂടി നമുക്ക് ആരംഭിക്കാം. പ്രയറിനായി രഞ്ജിനിയെ ക്ഷണിക്കുന്നു. Good morning, ma'am. Good morning, friends. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ചിന്തയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എൻ്റെ കരത്തിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങും എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. ഗുഡ് മോർണിംഗ് ഓൾ. താങ്ക് യു രഞ്ജിനി. സൈനിങ് ചെയ്യാനായി അഞ്ജനയെ ക്ഷണിക്കുന്നു. Good morning, everyone. Our class today is healthcare. We welcome Ashwati teacher who is taking the class today, and I welcome all my friends. Thank you. സോറി ടീച്ചർ, ജിഷ മാം ആയിരുന്നു. അശ്വതി മിസ് എന്ന് പറഞ്ഞു. No problem. മിസ്സിന് നല്ല പനിയാണ്, അതുകൊണ്ടാണ് ഞാൻ മിസ്സിന്റെ ക്ലാസ് എടുക്കുന്നത്. Okay. താങ്ക് യു രഞ്ജന. നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ തന്നെ നമുക്ക് വന്നു ചേരും. നല്ലൊരു സന്ദേശത്തിനായി അഞ്ജനയെ ക്ഷണിക്കുന്നു. The future depends on what we do in the present. Mahatma Gandhi. Okay. കഴിഞ്ഞല്ലോ അല്ലേ? So we can start. ടീച്ചർക്ക് നല്ല പനിയാണ്, ഒട്ടും വയ്യ. So അത് കാരണമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. We hope
അതൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ അസുഖം ഭേദമായിട്ട് ആള് വരട്ടെ, ജോയിൻ ആവട്ടെ. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ദിവസമായി, അല്ലെങ്കിൽ എത്ര ആഴ്ചയായി, മാസമായോ? ഒരു മാസമായി? ഒരു മാസം ആകുന്നു. നവംബർ 3 ഇൻട്രൊഡക്ഷൻ ക്ലാസ്. മാസമായി. ഒരു മാസം എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ലൈഫ് ജേണി ഒരു ജീവിതയാത്ര തന്നെയാണല്ലേ, അല്ലാണ്ട് ഒരു സബ്ജക്റ്റ് കാണാതെ പഠിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു ലൈഫ് ലേണിംഗ് ജേണി. ഇങ്ങനെ പഠിച്ചുകൊണ്ട് യാത്ര ചെയ്യുക നമ്മുടെ ലൈഫ്. എന്ത് ഫീൽ ചെയ്യുന്നു? വാട്ട് യു ഫീൽ? ഒരു ലക്ഷ്യബോധം വന്നു തുടങ്ങി മാം. എടുക്കുന്ന ടോപ്പിക് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യണം അങ്ങനെ തോന്നിയോ? യെസ് മാം. ഇത്രയും നാൾ നമ്മൾ ബാക്കിയുള്ളവരുടെ ഹെൽത്ത് നോക്കിയിരുന്നു, നമ്മുടെ ഹെൽത്തിന് ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇപ്പൊ നമ്മുടെ ഹെൽത്തും പ്രാധാന്യം ഉള്ളതാണെന്ന് മനസ്സിലാക്കി തന്നു. വെരി ഗുഡ്. അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇൻസൈറ്റ്. നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അത് നമ്മൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ, നമ്മളിൽ മാറ്റം വരുത്തണം. എന്നാലാണ് നമുക്കത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇന്നലെ നിങ്ങളായിരുന്നു ലേറ്റസ്റ്റ് ബാച്ച്. ഇന്നലെ 20th ബാച്ചിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അവർക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ ഇലക്ഷൻ ആണ്. പക്ഷെ എന്നാലും ഇപ്പോ കറന്റ്ലി ലൈവ് ആയിട്ടുള്ള ഒരു ബാച്ച് നിങ്ങളുടെയാണ്. അപ്പൊ നിങ്ങളുടെ തൊട്ട് താഴെ നിങ്ങളുടെ ജൂനിയേഴ്സ് വന്നിട്ടുണ്ട് 20th ബാച്ച്. അവരും ഇതുപോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ട് ഇതുപോലെ എന്തൊക്കെയോ ഒക്കെ പ്രതീക്ഷിച്ച് ഒക്കെ വരുന്നതാണ്. അപ്പൊ ഈ പ്രതീക്ഷയ്ക്കൊരു മങ്ങലേക്കരുത്, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. സോ നമുക്കൊരു ടീമായിട്ട് മുന്നോട്ട് പോവാം. ഈ പ്ലാറ്റ്ഫോം നമ്മുടെയാണ്. മാക്സിമം ഇതിനെ ഉപയോഗിക്കുക. മാക്സിമം ഓൺലൈൻ ആണെന്നുള്ളൊരു ഫീലേ നമുക്ക് വരരുത്. ആ രീതിയിൽ മാക്സിമം ഇതിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പാട്ട് പാടണോ? പാട്ട് പാടൂ. ഡാൻസ് ചെയ്യണോ? ക്ലാസ് ടൈം ആണല്ലോ, എന്ത് ചെയ്യും? ക്ലാസ്സിന്റെ ടൈമിൽ എനിക്കൊരു പാട്ട് പാടണം തോന്നുന്നുണ്ട്, അപ്പൊ തന്നെ പറയാം എനിക്കൊരു പാട്ട് പാടണം തോന്നുന്നു, പാട്ട് പാടും. ഞാനൊരു ഡാൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എനിക്കൊരു ഡാൻസ് ചെയ്ത് കാണിക്കണം. യു ക്യാൻ ഡാൻസ്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വാമപ്പ് എക്സസൈസസ്, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലി ഫിറ്റ്നസിന് നമ്മളുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. സോ അത് എനിക്ക് മറ്റുള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, എന്റെ ഫ്രണ്ട്സിന്, എന്റെ കൂടെ ഉള്ളവർക്ക്, എന്റെ ടീച്ചർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ് ഓൾസോ. യോഗ അറിയാവുന്നവർക്ക് ചെയ്യാം, സൂംബ അറിയാവുന്നവർക്ക് ചെയ്യാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫോമിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസിന് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു ജിമ്മിൽ പോകാനോ അങ്ങനെയൊന്നും എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. സമയവും പിന്നെ അതിനുള്ള ഫിനാൻഷ്യലി ഒരു ഫണ്ടും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമ്മൾ ജോലി ചെയ്യുന്നതിനിടയ്ക്കോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അറിവ്, അതൊരു നല്ലൊരു ഹെൽത്തി റെസിപ്പി ആണെങ്കിൽ അതും പറഞ്ഞു കൊടുക്കാം. എന്റെ മോനും ആദ്യം കുറെ നാളുകള് ബിരിയാണി ആയിരുന്നു ഇഷ്ടം. അങ്ങനെ ഞാൻ പലരോട് ചോദിച്ചു ഞാൻ വീട്ടിലത് വലിയ കുഴപ്പമില്ലാണ്ട് ഉണ്ടാക്കി. പക്ഷെ അങ്ങനെ ഭയങ്കര രസമൊന്നുമില്ല, എന്നാലും വളരെ സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് കഴിക്കും. ഇപ്പൊ അവന് മന്തി ഭയങ്കര ഇഷ്ടമായി. അപ്പോ എനിക്ക് മന്തിയുടെ നല്ലൊരു റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും പ്ലീസ് ഷെയർ. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നമ്മളാണ് ലൈവ് ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. നമ്മൾക്ക് ബോറടിക്കില്ലായിരിക്കാം, ചിലപ്പോ അറിയില്ല കേട്ടോ. പക്ഷെ ഒരു റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അവർ ക്ലാസ് PDF എടുത്ത് വെച്ച് ഏത് ടോപ്പിക്കാന്ന് നോക്കിക്കൊണ്ടായിരിക്കും റെക്കോർഡ് ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ ഡു വൺ തിങ്, നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ വരുന്നവരെ നിങ്ങളുടെ പേഴ്സണൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, അതിലൊന്ന് ബ്രീഫ് ചെയ്യുക. ഇന്ന് ക്ലാസ്സിൽ ഇങ്ങനെ കാര്യങ്ങളായിരുന്നു, ഈ ഒരു നമ്മുടെ ടോപ്പിക്കിന്റെ ഇത്ര പോർഷൻ ആണ് എടുത്തതെന്നൊന്ന് ബ്രീഫ് ചെയ്യുമ്പോൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ബോറടിക്കില്ല. അവർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് ആ ഭാഗം മാത്രം കാണൂ. ഈ മുഴുവൻ ഇതൊക്കെ കേൾക്കുമ്പോൾ മുഴുവൻ കാണണമെന്ന് താല്പര്യം വരുന്നവർക്ക് മുഴുവൻ കണ്ടോട്ടെ. അപ്പൊ ആ ഇൻട്രസ്റ്റോട് കൂടി ചിലപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ വന്നിരുന്നായിരിക്കും കാണുന്നത്. എക്സസൈസിന്റെ ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു ഡാൻസ് ഉണ്ട്, ഒരു പാട്ടുണ്ടെന്നൊക്കെ കാണും. കേൾക്കുമ്പോഴേക്കും ഓടി വന്ന് വീട്ടിലുള്ള മക്കളും മറ്റു ഫാമിലി മെമ്പേഴ്സും ഒക്കെ കൂടെ കൊണ്ട് വന്നിരിക്കുവാണെങ്കിൽ അതും ഒരു കാര്യം. പിന്നെ നമുക്കറിയാം മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്, സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ്. നമ്മളുടെ സെൻസസ് മുഴുവൻ എടുത്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്.
കുട്ടികൾക്ക് നമ്മളത് പ്രസന്റ് ചെയ്യുന്നു, അതെങ്ങനെയാണെന്നുള്ളത് അത് കുട്ടികൾ ഫോളോ ചെയ്യും. ആക്ടിവിറ്റി ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തിയറി മാത്രം പറഞ്ഞു പോകുന്നത് ഒട്ടും യോജിക്കില്ല അതുമായിട്ട്, അല്ലേ? നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യണം. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. ഡാൻസ്, ആക്ഷൻ സോങ്, കഥ പറയുന്നത്, റോൾ പ്ലേ ചെയ്യുന്നത്. നമ്മൾ കുട്ടികളെ കൊണ്ട് ഇതൊക്കെയാണ് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ കൊച്ചു പ്രായമായിരുന്നത് ചെറിയതായിരുന്ന സമയത്ത് ടീച്ചറും കുട്ടിയും കളിക്കുമായിരുന്നു. നമുക്കന്ന് മൊബൈലൊന്നും ഇല്ല, അല്ലെ? എങ്ങനെ കളിക്കാനൊന്നും. വീടിനകത്ത് തന്നെയല്ല, നമ്മൾ പുറത്തിറങ്ങി വെക്കേഷൻ സമയത്താണ് കൂടുതൽ. ചെറിയ ചട്ടിയൊക്കെ വാങ്ങി അതില് ചോറും കറികളൊക്കെ വെച്ച് അങ്ങനെ കളിക്കും. പച്ചക്കറിക്കട നടത്തുന്ന ഒരാളുണ്ടാവും, വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും, അങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ കുറെ കളിച്ചിരുന്നു. റോൾ പ്ലേ, നമ്മൾ കാണുന്ന റിലേഷൻഷിപ്പിനെ നമ്മൾ അതുപോലെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ഡോക്ടറും പേഷ്യന്റും, ഡോക്ടറും നഴ്സും, ടീച്ചറും കുട്ടിയും, അങ്ങനെ ഫ്രണ്ട്സ് തമ്മിലുള്ള പല പല കളികൾ, അങ്ങനെയൊക്കെയായിരുന്നു നമ്മളുടെ ഒരു കുട്ടിക്കാലം പോയിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് അതില്ല. നമുക്ക് റോൾ പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് ക്ലാസ്സിൽ റോൾ പ്ലേ ചെയ്യാം. അത് നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണ്, ഈ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ആ റോൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് പല ക്യാരക്ടേഴ്സ് വരും, അല്ലെ? ചിലപ്പോൾ 3 or 4 ക്യാരക്ടേഴ്സ് വരും. ആലോചിക്കുമ്പോൾ ഓൺലൈൻ ആയിട്ട് ഞങ്ങൾ എങ്ങനെ എല്ലാവരും കൂടെ 3 or 4 ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ പറയാ, അപ്പൊ 4 പേര് ചേർന്നാണ് ചെയ്യുന്നത്. ഭാനു, ഷിൽപ്പയും സനിലയും നൂറിഷ, നിങ്ങൾ 4 പേര് ചേർന്നിട്ടാണ് ചെയ്യുന്നത്. ചിത്രന്റെ പേരാട്ടോ എനിക്ക് സ്ക്രീനിൽ കാണുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റ് എടുക്കണം. അപ്പൊ നിങ്ങൾ 4 പേരാ ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്തൊന്ന് കോർഡിനേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഓൺലൈൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ ഇത് എന്നുള്ള ചലഞ്ചസിനെ എല്ലാം ഓവർകം ചെയ്തിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ഏത് സിറ്റുവേഷനുമായിട്ടും പൊരുത്തപ്പെടാനായിട്ട് നമ്മൾ പഠിക്കും. അങ്ങനെ ഞങ്ങൾ ദൂരെ ആണെങ്കിലും വി ക്യാൻ ഡു ദിസ്. 8th ബാച്ചിന്റെ കോൺവെക്കേഷൻ വന്നപ്പോ അവര് ഒപ്പന കളിച്ചു. എല്ലാരും പല പല ഭാഗങ്ങളിലാണ് ഓൺലൈനായിട്ട് പഠിച്ചിട്ടാണ് അവര് കളിച്ചത്. ഇത് തന്നെയല്ല, പല പല ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കസിൻസ് എല്ലാം പല ഭാഗത്തായിരിക്കും. ഓൺലൈനായിട്ട് എല്ലാരും പല പ്രോഗ്രാംസും പഠിച്ചിട്ട് വന്ന് പ്രസന്റ് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് അതൊരു ചലഞ്ച് അല്ല ശരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് റോൾ പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. 3-4 ക്യാരക്ടേഴ്സ് ആ തീമിൽ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ വോയിസ് മോഡുലേഷൻ മാറ്റി പറയാം. അപ്പൊ ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു റോൾ പ്ലേ ആണ്. കുട്ടിക്ക് ഹൈജീനിനെ പറ്റി ടീച്ചർ പറഞ്ഞു കൊടുക്കുവാണ്. അതിന്റെ കാര്യങ്ങളും ഒക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹാൻഡ് വാഷ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു തീമാണെന്ന് വിചാരിക്കാം. അപ്പൊ ടീച്ചറും കുട്ടിയാണ്. അപ്പം ഇപ്പൊ ശില്പയാണ് അത് ചെയ്യുന്നതെങ്കിൽ ശില്പ തന്നെ ടീച്ചറും ആവും. ഒന്ന് വോയിസ് ചേഞ്ച് ചെയ്തിട്ട് കുട്ടിയെ പോലെ ശില്പ തന്നെയാവും. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനി അതല്ല, വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനെയും കൂടെ ചേർത്തിട്ട്, വീട്ടിലെ കുട്ടികളുണ്ടാവും, അങ്ങനെ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ, അവരെ ചേർത്തിട്ട് നിങ്ങൾക്ക് റോൾ പ്ലേ ക്ലാസ്സിൽ അവതരിപ്പിക്കാം. പിന്നെ നമ്മുടെ ക്ലാസ് ടൈം 10:30 അപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടാവും. എന്നാലും എപ്പോഴെങ്കിലൊക്കെ അവർക്ക് അവധി വരുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യണം തോന്നിയാൽ ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. റോൾ പ്ലേ നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഭാഗമാണ്, ഒരു ആക്ടിവിറ്റിയാണ്. സോഷ്യൽ ഇഷ്യൂസ് തീമാക്കിക്കൊണ്ട് റോൾ പ്ലേ ചെയ്യാം. ഹൈജീൻ, ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്, പിന്നെ എന്തൊക്കെയാ നമുക്ക് റോൾ പ്ലേയിൽ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ഷെയറിങ്, കുട്ടികളെ കൊണ്ട് ഷെയറിങ് ചെയ്യിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ അങ്ങനെയുള്ളത് ചെയ്യാം. പിന്നെ അമ്മയും കുഞ്ഞും അങ്ങനെയുള്ളത് ചെയ്യാം. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പബ്ലിക് പ്ലേസിൽ പോകുമ്പോൾ വളരെ സപ്പോർട്ട് വേണ്ട ഒരാളെ റോഡ് ക്രോസ് ചെയ്യിക്കണം, അങ്ങനെ ഒരു കാര്യം അങ്ങനെ ചെയ്യാം. അത് അങ്ങനെ പല പല കാര്യങ്ങൾ. ക്യൂ നിൽക്കുന്നതിന്റെ ക്യൂ കട്ട് ചെയ്ത് കയറുന്നവരെ അതിനെ മനസ്സിലാക്കി കൊടുക്കുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങൾ. പിന്നെ പ്രായമായവർ വരുമ്പോ നമ്മൾ മാറിക്കൊടുത്ത് അവരെ മുന്നിലേക്ക് നിർത്തും. അങ്ങനെയൊക്കെ അത് നമ്മൾ ക്ലാസ്സിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യുമ്പോൾ അവർക്ക് ഇതുപോലുള്ള മോറൽ വാല്യൂസ് അവരുടെ ഉള്ളിലേക്ക് വരും. അതാണ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിന്റെ കാര്യം. അല്ലാണ്ട് നമ്മൾ വെറുതെ ഈ 1 മണിക്കൂർ സമയം വെറുതെ കളയാനല്ല നമ്മൾ പലതും ചെയ്തത്. നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിന്റെ പുറകിലും ഓരോരോ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്തേ പറ്റും. കാരണം ചെറിയൊരു കാര്യം ഇങ്ങനെയാണ്, ജയദേവ് സാർ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ അസൈൻമെന്റും ആക്ടിവിറ്റിയും കൊടുക്കുമ്പോൾ കുട്ടികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ ടീച്ചറെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇനീഷ്യലി അഡ്മിഷൻ എടുക്കുന്നവര് കുറെ അങ്ങ് കഴിയുമ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതിനൊരു കാരണം ഇതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നെ സാർ ചോദിച്ചു, എക്സാം ടഫാണോ, സിലബസിൽ നിന്ന് പുറത്തുനിന്ന് വരാറുണ്ടോ ക്വസ്റ്റ്യൻസ്? ഞാൻ പറഞ്ഞു, സാർ ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് എന്നുള്ള മോണ്ടിസോറി മെത്തേഡിന് സിലബസ് ഇല്ല, അതിങ്ങനെ വൈഡ് ആയിരിക്കണം എഡ്യൂക്കേഷൻ എന്നാണ് മറിയാം മോണ്ടിസോറി പറയുന്നത്. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പോവല്ലേ. ഒരു ടോപ്പിക് പറയുമ്പോൾ നമ്മൾ അത് റിലേറ്റഡ് കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അപ്പൊ അങ്ങനെ
PDF ക്വസ്റ്റ്യൻ വരാതെ ഉണ്ടോ, അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് ടഫ് എന്ന്. ഞാൻ പറഞ്ഞു സാർ, ഒരു ടീച്ചറും PDF പുറത്തു നിന്ന് ക്വസ്റ്റ്യൻ ഇടാറില്ല. പിന്നെ ക്ലാസ്സിൽ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം 3rd യൂണിറ്റില് ന്യൂട്രീഷൻ അല്ലെ, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ കുഞ്ഞുങ്ങൾ LKG UKG പഠിച്ചും നമ്മൾ കണ്ടിട്ടുണ്ട്. പല ടൈപ്പ് ഫുഡ് ഉണ്ട്. അത് എനർജി ഗീവിങ് ഫുഡ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫുഡ് ഉണ്ട്, ബോഡി ബിൽഡിംഗ് ഫുഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഉണ്ട് പറഞ്ഞു, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബാലൻസ് ഡയറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനർജി ഗീവിങ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഞാൻ ആ ലെസൺ ഞാൻ എടുത്ത ക്ലാസ്സുകൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരാള് ഭയങ്കരമായിട്ട് വെയിലത്ത് നിന്ന് പണിയെടുത്തിട്ട് ടയേർഡായിട്ട് വരുന്നു. എന്ത് ഫുഡാണ് അയാൾക്ക് കൊടുക്കേണ്ടതെന്നായിരുന്നു. ചുമ്മാ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടതെന്നാണ് എഴുതിയത്. അതായത് അതിനകത്ത് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഡെസേർട്ട്, സാലഡ്സ്, പിന്നെ എന്താ പറയാ മെയിൻ മീൽസ്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അയാൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം അല്ലേ. കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഫുഡാണ് എനർജി ഗിവിങ് ഫുഡ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന നമ്മളുടെ മെയിൻ മീൽസ് ആണ്, മെയിൻ കോഴ്സ്. ആ ഒരു ചോറ്, അല്ലെങ്കിൽ റൈസ് എന്ന് എഴുതിയാലും മതിയായിരുന്നു, മീൽസ് എന്നോ റൈസ് എന്ന് എഴുതിയാലും അതായത്. പക്ഷെ കുട്ടികൾ ആരും അതിലൊരു കൺഫ്യൂഷൻ അവർക്ക് വന്നതേ ഇല്ല. അവരെല്ലാരും അത് ആൻസർ ശരിയാക്കി. പിന്നെ എഴുതി നമ്മൾക്ക് ഒരു 6th ചാപ്റ്റർ ഉണ്ട്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അതില് നമ്മൾക്ക് നമ്മുടെ മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നാൽ അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മളുടെ ബോഡിയിലൂടെ പുറത്തേക്ക് വരും. അതായത് മൈൻഡും ബോഡിയും ഒന്നാണ്. മനസ്സിനൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മുടെ ബോഡിയിലൂടെ അത് പുറത്തേക്ക് വരും. നമ്മുടെ ബോഡിയുടെ ചില ഭാഗങ്ങളിൽ പെയിൻ ഫീൽ ചെയ്യും, ഭയങ്കര സിവിയർ ഹെഡേക്ക് ആയിരിക്കും. ചില ആളുകൾ വോമിറ്റ് ചെയ്യും, ചിലർക്ക് ഭയങ്കര ടെൻഷൻ, ആങ്സൈറ്റി ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡയറിയ പിടിക്കും, ലൂസ് മോഷൻ അത് വരും അല്ലെ. അപ്പൊ നമ്മുടെ മൈൻഡിൽ ഒരു പ്രശ്നം വന്നാൽ അതിന്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ ബോഡിയിൽ കാണിക്കും. മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറയുന്നത് യൂണിസൺ ആണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതി, ഒരാൾക്ക് യാതൊരു ഫിസിക്കൽ ഡിഫിക്കൽട്ടീസും ഇല്ല, പക്ഷെ അയാൾക്ക് ഭയങ്കരമായ ഹെഡേക്ക്, അതെന്തുകൊണ്ടാന്ന് എഴുതി. അതും കുട്ടികളെല്ലാരും തന്നെ ആൻസർ, അതിനകത്ത് ടെൻഷൻ അങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ ഫീവർ, അങ്ങനെ കുറെ മറ്റസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ എല്ലാരും അത് ആൻസർ ചെയ്തു. ആരും അത് ഔട്ട് ഓഫ് സിലബസ് ആണ് എന്നുള്ള രീതിയിൽ അവരാരും മെൻഷൻ ചെയ്തില്ല, മീൻസ് അവർ എംഫസൈസ് ചെയ്ത് പറഞ്ഞില്ല. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആട്ടോ വരുന്നത്. പിന്നെ മോണ്ടിസോറി മെത്തേഡിലേക്ക് ചെല്ലുമ്പോൾ മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്, നേച്ചർ വിൽ ഇൻസ്പയർ ചൈൽഡ്. കുട്ടികളെ പ്രകൃതി ഇൻസ്പയർ ചെയ്യും. കുട്ടികളെ മാത്രമല്ല, നമ്മളെ ഇൻസ്പയർ ചെയ്യൂലേ. വീടിനകത്ത് കുറെ ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയി എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയാൽ മതി. ആൾക്കാർ ദിവസവും പോകുന്നുണ്ടല്ലോ, മിക്കപ്പോഴും അവധി കിട്ടുമ്പോൾ അപ്പൊ ഒരു ട്രിപ്പ് പോകും. രാവിലെ പോയി വൈകിട്ട് വന്നാലും ശരി, അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ട്രിപ്പ് പോകും. അപ്പൊ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് എക്സ്പ്ലോർ ചെയ്യുക, അവർക്ക് പ്രകൃതിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോ ഈ നേച്ചർ എല്ലാരെയും എല്ലാ സമയത്തും ഇൻസ്പയർ ചെയ്യുന്നതാണ്. കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ചും അവർക്ക് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ഒരു സന്തോഷം കാണും അല്ലെ, ആ പുറം ലോകം കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ നേച്ചർ എല്ലായ്പ്പോഴും ഇൻസ്പയർ ചെയ്യും. ആ ഒരു സെന്റൻസേ നിങ്ങളുടെ PDF-ലുള്ളൂ. പക്ഷെ ഞാനതൊരു ക്വസ്റ്റ്യൻ ആക്കി, അക്കോർഡിംഗ് ടു ഡോക്ടർ മോണ്ടിസോറി, ഡാഷ് വിൽ ഇൻസ്പയർ ചൈൽഡ്. കുട്ടികളെ ഇൻസ്പയർ ചെയ്യുന്നത് ആരാണെന്നുള്ളത്. അതിനകത്ത് പാരന്റ്സ് ഉണ്ടായിരുന്നു, സിബ്ലിങ്സ് ഉണ്ടായിരുന്നു, പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, നേച്ചർ ഉണ്ടായിരുന്നു. നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ശരിയായത് എഴുതുക, ആപ്റ്റ് ആൻസർ എടുത്തെഴുതുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം മറ്റുള്ളതൊന്നും തെറ്റെന്നല്ല, ശരിയായിരിക്കാം. പാരന്റ്സ് എപ്പോഴെങ്കിലൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാകാം, ഇല്ലാന്നില്ല അല്ലെ. എല്ലാ കുട്ടികൾക്കും അത് ചിലർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും, ചിലർക്ക് കുറവ് കിട്ടിയിട്ടുണ്ടാവും. സിബ്ലിങ്സും നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ പിയർ ഗ്രൂപ്പ്, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എല്ലായ്പ്പോഴും ഇൻസ്പയർ ചെയ്യുന്നത് നേച്ചറാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുമോ? നമുക്കത് വായിച്ചു കഴിയുമ്പോൾ, ഓപ്ഷൻസും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാം. പ്രീവിയസ് ബാച്ചിന്റെ വെച്ച് ഭയങ്കര ലോ മാർക്കിലൊന്നും ആരും പോയിട്ടില്ല, അങ്ങനെയൊന്നും ആരും പോയിട്ടില്ല. എല്ലാവർക്കും വായിക്കുമ്പോ തന്നെ ഓപ്ഷൻസ് അതൊക്കെ മനസ്സിലാവും. പിന്നെ എന്താ പറയാ, ടെൻഷൻ ആവണ്ട. ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുവാണ് ടെക്സ്റ്റ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും സിമ്പിൾ ആയിട്ടാണ് എടുത്തു പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റിന്റെ കണ്ടന്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഓൾറെഡി ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ എടുക്കുമ്പോൾ ആ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു തരാം.
ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗം QR കോഡ് സ്കാൻ ചെയ്ത് അപ്ഡേറ്റഡ് സിംപ്ലിഫൈഡ് വേർഷൻ ടെക്സ്റ്റ് കിട്ടാനുള്ള ഒരു മാർഗം എല്ലാ ബാച്ചുകൾക്കും കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ടെക്സ്റ്റില് അത് നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് അത് മാറ്റിയിട്ടൊക്കെ ശരിയാക്കാം. ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത് അവർക്കൊക്കെ ഒരു വിഷമമാണ്. നമുക്ക് എല്ലാവരും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പോകുക എന്നൊക്കെ പറയുമ്പോഴേക്കും അതൊരു വിഷമമാണ്. പിന്നെ പല പേഴ്സണൽ ഇഷ്യൂ കൊണ്ട് അങ്ങനെ പോകുന്നവരുണ്ട് കേട്ടോ പലപ്പോഴും. കാരണം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. അപ്പൊ പലപ്പോഴും മറ്റുള്ളവരുടെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എപ്പോഴും മാറ്റി വെക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ തന്നെ. ഓക്കെ, നമ്മൾ എവിടെയായി? വേറെ യെസ്, ഏത് ലെസൺ എടുത്തോണ്ടിരിക്കുന്നു? ഹെൽത്ത് ആൻഡ് ഹൈജീൻ സെക്കൻഡ് യൂണിറ്റ് 5th പോയിന്റ് കംപ്ലീറ്റ് ആക്കി. എയിം ആൻഡ് വാല്യൂ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിലെ 5th പോയിന്റ് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, നമ്മൾ ഒന്നുകൂടെ പറയാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സോ നമ്മൾ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് പറഞ്ഞത്. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യട്ടെ. മാം ഔട്ട്സൈഡ് ദ സ്കൂൾ ആയിരുന്നു. അതാണോ എടുക്കുന്നത്? ഔട്ട്സൈഡ് ദ സ്കൂളില് 2 പോയിന്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് ബ്രീഫ് ചെയ്യണം. ഓക്കെ അല്ലേ? ആ ചാപ്റ്റർ ഒക്കെ നല്ല ഇത് നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് അല്ലെ. ഇൻസൈഡ് ദ സ്കൂളും ഔട്ട്സൈഡ് ദ സ്കൂളുമാണ് നമുക്കിപ്പോ വേണ്ടത്. നമ്മൾ എയിംസ് ആൻഡ് വാല്യൂസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പറഞ്ഞു. അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ഹൈജീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ടീച്ചർ ശ്രദ്ധിക്കണം കുട്ടി ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണോ വരുന്നത്, കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന സാഹചര്യവും എങ്ങനെയുള്ളതാണെന്ന് നോക്കണം. പിന്നെ ഗുഡ് ഫുഡ് ഹെൽത്ത്, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരാതെ പ്രിവെന്റ് ചെയ്യണം, അതിന് വേണ്ടുന്ന പ്രിക്വേഷൻസ് എടുക്കണം. ഇനി 4ാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞു, അഥവാ അസുഖങ്ങൾ നമ്മൾക്ക് വന്നു പോയാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, അതിനുള്ള ക്യൂറേറ്റീവ് മെഷേഴ്സ്, കറക്റ്റ് ആയിട്ടുള്ള റെമഡി, ഹീൽ ചെയ്യാനുള്ള എല്ലാ റെമഡി എടുത്തിരിക്കണം. പിന്നെ മെന്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത്, അതിനെ പ്രൊമോട്ട് ചെയ്യണം, അത് ഡെവലപ്പ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെയാണ് മനസ്സിന്റെ ആരോഗ്യം. ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് പറ്റണം. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർക്ക് വേണം. അവർ ജീവിക്കുന്ന ആ ഒരു സൊസൈറ്റിയിൽ നീഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ടവരുണ്ട്. പിന്നെ നമ്മുടെ സറൗണ്ടിങ്സ് ഹൈജീൻ ആയിട്ട് നോക്കണം. അവിടെയൊക്കെ സ്പിറ്റ് ചെയ്തിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സോഷ്യൽ ഇഷ്യൂ തന്നെയാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പല കൺട്രീസിലും എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപടികൾ എടുക്കും. നമ്മുടെ ഇവിടെ മാത്രമാണ് അത് ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുന്നത്. എന്നാലും ചില ഇടങ്ങളിൽ റെസിഡൻസ് അസോസിയേഷന്റെയും ലോക്കൽ അതോറിറ്റിയുടെയും അവരുടെ ഇടപെടലോടുകൂടി അവരത് സ്ട്രിക്റ്റ് ആയി നോക്കുന്നുണ്ട് ക്യാമറകളൊക്കെ വെച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇൻസൈഡ് ദ സ്കൂൾ, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദ സ്കൂൾ. ഇനി സ്കൂളിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം, ആ ഒരു റെസ്പോൺസിബിലിറ്റി സ്കൂൾ അതോറിറ്റീസിനുമുണ്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട പല കാര്യങ്ങളും. പിന്നെ അതെല്ലാം താഴെ ആയിട്ട് തന്നിരിക്കും. ഓക്കെ, എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നോർത്ത് ടെൻഷൻ ആയിട്ട് ഇരിക്കുവാണോ? അത് ഒരു ക്വസ്റ്റ്യനൊക്കെ വരുള്ളൂ അങ്ങനെ, ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ഇതിലൂടെ. പിന്നെ എന്നോട് ഒരു കുട്ടി ഏതൊരു ബാച്ചിലെ ടീച്ചറാണ് കേട്ടോ. അപ്പൊ അവർക്ക് ഒട്ടും സമയമില്ല പകല് ക്ലാസ്സിൽ കയറാനും, പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങള്, പിന്നെ സ്കൂളിലെ അടുത്ത ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻസും പ്ലാൻസും ഒക്കെ ആയിരിക്കും. അപ്പൊ എന്നോട് ചോദിച്ചു PDF വായിച്ചു കഴിഞ്ഞാൽ ജയിക്കുമെന്ന് ചോദിച്ചു.
എനിക്കത് കേട്ടപ്പോൾ നല്ല വിഷമം തോന്നി. കാരണം വെച്ചാൽ PDF ഇരുന്ന് വായിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ടാസ്ക്കാണ്. നമ്മൾ ആ ക്ലാസ്സിന്റെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ട് PDF നോക്കുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്ലാസ് കാണുന്നത് തന്നെയായിരിക്കും നല്ലതെന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ പേടിക്കണ്ട, മെയിൻ എക്സാമിന് മുമ്പ് ഒരു റിഫ്രഷിംഗ് സെഷൻ ഉണ്ട്. അപ്പോഴേക്കും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അപ്പൊ കേട്ട് കഴിയുമ്പോഴേക്കും അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലുള്ള ഒരു റിഫ്രഷിംഗ് സെഷനാണ്. അത് ഞാൻ തന്നെയാണ് തരുന്നത്. അത് പിന്നെ ഏതെങ്കിലും ടീച്ചർ എടുത്തൊരു ടോപ്പിക് പ്രത്യേകം വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ടീച്ചർ തരും. ഞാനാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഈവനിങ് സെഷനേ എടുക്കുള്ളൂ. 7:30 ഓൺവേർഡ്സ് അല്ലെങ്കിൽ 8 o'clock ആ രീതിയിൽ എടുക്കുള്ളൂ. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് പകല് കയറാൻ പറ്റുന്നവർക്ക് രാത്രി കയറാനായിട്ട് പറ്റും. അപ്പൊ അതൊന്നും ഓർക്കും നിങ്ങൾ ടെൻഷൻ ആവണ്ട. ജസ്റ്റ് വളരെ കാമായിട്ട് നമ്മളെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് ഈ ഒരു ഇതിൽ ഒന്ന് കണക്ട് ചെയ്ത് പോയാൽ മതി. ക്ലാസ്സസ് എന്തെങ്കിലും മിസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരോട് ചോദിക്കാം, ഒന്ന് ബ്രീഫ് ചെയ്യാമോ. എവറി ഡേ ബ്രീഫിംഗ് ഉണ്ടാവും ക്ലാസ് റൂമിൽ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പില്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. എന്റെ അടുത്ത് ചോദിച്ച് പെട്ടെന്നൊരു റെസ്പോൺസ് തരുന്നത് ചില സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കില്ല. എന്നാലും യു ക്യാൻ അപ്രോച്ച് മീ എനി ടൈം. എനിക്ക് തോന്നുന്നു എന്നെ ഒരു 9 o'clock രാത്രി അതിനുശേഷം കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിലാണ് എളുപ്പം. 11 o'clock വരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം, നോ പ്രോബ്ലം. പകലായിരിക്കും ക്ലാസ്സിലൊക്കെ 9 വരെ എന്നൊക്കെ പറയുമ്പോഴേക്കും വീട്ടിൽ പിന്നെ ഭക്ഷണം കഴിച്ച് അവരോടൊക്കെ വർത്താനം പറഞ്ഞ് മോനോ ഹോംവർക്ക് ഒക്കെ ചെയ്യുന്ന ആ ഒരു ടൈമൊക്കെ ആയിരിക്കും. 9 o'clock ഒക്കെ കഴിയുമ്പോഴേക്കും എന്റെ ഒരു പേഴ്സണൽ ടൈം ഉണ്ട്. ആ ഒരു ടൈമിൽ എന്നെ വിളിക്കാം, നോ പ്രോബ്ലം, വിളിക്കോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അപ്പോഴാണ് ഞാൻ ഫോൺ എടുത്ത് കൂടുതൽ മെസ്സേജ് നോക്കി റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ 11 o'clock വരെയും ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട, ഞാൻ അവൈലബിൾ ആയിരിക്കും. 11 o'clock കഴിഞ്ഞ് എന്നുള്ളത് ഞാൻ പറയാത്തതിന് കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ പേഴ്സണൽ ടൈമാണ്. നിങ്ങൾ അങ്ങനെ എന്നെ വിളിക്കുന്നത് കാണുമ്പോൾ വീട്ടിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ട, എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, ഇൻസൈഡ് ദ സ്കൂൾ എനിക്ക് പറ്റാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ ഞാൻ എടുക്കില്ല, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. നിങ്ങളെല്ലാരും അങ്ങനെ തന്നെയാണ്. ഇൻസൈഡ് ദ സ്കൂൾ, സ്കൂളിൽ എന്തെല്ലാം അറേഞ്ച്മെന്റ്സ് വേണം, ആ 4 പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാം. മാം ഇത് പറഞ്ഞതായിരുന്നല്ലോ, ഇൻസൈഡ് ദ സ്കൂളും ഔട്ട്സൈഡ് ദ സ്കൂളും കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഇന്റീരിയർ വരെ. ഓക്കെ ഫൈൻ. സോ ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. പാരന്റ് അല്ലെങ്കിൽ ആസ് എ ടീച്ചർ, അല്ലെങ്കിൽ ടീച്ചർ ആണെങ്കിലും പാരന്റ് ആണെങ്കിലും എവറിബഡി നോസ് എന്തൊക്കെ നമ്മൾ വീട്ടിനകത്ത് ചെയ്യണം, എന്തൊക്കെ നമ്മൾ സ്കൂളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. കാരണം നമ്മുടെ കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ നമ്മൾ അന്വേഷിക്കും സ്കൂളിന്റെ പ്രിമിസസ്, സ്കൂളിലെ ടീച്ചേഴ്സിന്റെ രീതികള്, നേരത്തെ പഠിച്ചിറങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കും ഈ സ്കൂൾ എങ്ങനെയാണ്, കുഴപ്പമുണ്ടോ, പിന്നെ ഫീസ് സ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി അന്വേഷിച്ചാണ് കുട്ടിയെ കൊണ്ടുപോയി ചേർക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞു. ഈ റോൾസ് ഓഫ് സ്കൂൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ അതാണോ? യെസ് മാം. ഓക്കെ, സോ അതില് ഫസ്റ്റ് ഒരു പാരഗ്രാഫ് ഉണ്ട്, താഴെ കുറച്ച് പോയിന്റ്സ്, അതായത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ആ ഒരു ആരോ ഇട്ടിട്ടുള്ള പോയിന്റ്സ് വരെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Yes, ma'am. The roles of school in health education. Schools have a vital role to play in developing health alertness among the children. The sense of hygiene or well-being should last in the whole life of the individual. School should assert on cleanliness and neatness along with a sense of hygiene. The school should help to develop essential habits of health. They include washing hands and mouth before and after having. Keep personal hygiene by maintaining neatness and cleanliness. Regular toilet habits. Brushing teeth twice a day. Using the toilet properly. Washing oneself whenever necessary, especially after play, journey, etc. Also, developing these habits, the school must take care in providing children with healthy, balanced food. Developing social habits of eating, drinking, using public places, etc.
വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ്. അത് വേണ്ടല്ലോ അല്ലെ? വേണ്ട. സ്കൂളിന്റെ റോള് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ അല്ലെ? നമ്മൾക്ക് അറിയാം, നമ്മുടെ കുട്ടികളും ഇത്തിരി വലുതാകുമ്പോഴൊക്കെ അവർ വന്ന് പറയും ടോയ്ലറ്റിൽ അറിയാം, മോനൊക്കെ വന്ന് പറയാത്ത ടോയ്ലറ്റ് അങ്ങ് വെള്ളമാണ്, അത് ഒഴുകി പോകുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ചില പാരന്റ്സ് എന്നോട് പറയും, ഞാൻ PT ഉള്ളത് കൊണ്ട് ചില പാരന്റ്സ് എന്നോട് പറയണം ബാത്റൂമിന്റെ ഡോറിൽ ചെറിയ ഹോൾ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അത് ഒക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറയും. അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കും സ്കൂളിലെ പല ഫെസിലിറ്റീസും എങ്ങനെയാണ് അത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഗുഡ് നല്ല ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം നമ്മൾ പറയും. കോവിഡ് സമയത്ത് നമുക്ക് നമ്മുടെ മുന്നിൽ എപ്പോഴും വന്നൊരു പിക്ചർ അല്ലെങ്കിൽ വീഡിയോ ആണല്ലേ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്. അതിനെ കളിയാക്കിക്കൊണ്ട് ലൈഫ്ബോയുടെ ആ ഒരു ഹാൻഡ് വാഷിന്റെ പരസ്യത്തിൽ ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കണം എന്നുള്ള രീതിയിൽ അവരുടെ ഒരു സ്ലോഗനെ പറ്റി ഇതൊക്കെയാക്കി ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റിയാണ്, സബ്മിറ്റ് ചെയ്യാനുള്ളതല്ല, ആക്ടിവിറ്റിയാണ് കേട്ടോ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്. പറഞ്ഞിരുന്നു ഞാൻ? ഇല്ല. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഓക്കെ. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് നിങ്ങൾക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ പിക്ചർ കളക്ട് ചെയ്ത് ഒരു ചാർട്ട് പേപ്പറിൽ പേസ്റ്റ് ചെയ്യാം. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെ നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മൾ എപ്പോഴെങ്കിലും ടീച്ചിങ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവർക്കോ കാണിച്ചു കൊടുക്കാം ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്. കുട്ടികളെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അത് ഉണ്ടാക്കിക്കാം, വലിയ കുട്ടികളാണെങ്കിൽ. എന്നിട്ട് അവർ കൈ കഴുകുന്ന ആ ഒരു വാഷ് ബേസിന്റെ ഭാഗത്ത് അത് കൊണ്ടുപോയി സ്റ്റിക്ക് ചെയ്യാം അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ഹെൽത്തി ഹാബിറ്റ്സിന്റെ ഭാഗമായിട്ട് അത് ചെയ്യിക്കാം. അത് അവരെ കൊണ്ട് ആക്ഷനിലൂടെ ചെയ്യിക്കാം. ഒരു ആക്ഷൻ. ഇനി ഇതല്ല പോസ്റ്റർ മാത്രമല്ല, നിങ്ങൾക്ക് നല്ലപോലെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു ആക്ഷൻ സോങ് ചെയ്യാൻ പറ്റൂ. ആക്ഷൻ സോങ്, ഒരു റൈം ഉണ്ടാക്കുക. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ ഒരു റൈം, ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് ഒരു റൈം ആണല്ലോ. ഹാൻഡ് വാഷിംഗ് ടെക്നിക്കിന്റെ ഒരു റൈം ഉണ്ടാക്കുക. അത് ഇതിന് ചെയ്തിട്ട് അത് കുട്ടികളെ കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യാം. പിന്നെ അവരത് പാടി നടന്നോളൂ. നല്ലൊരു ടോണൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെല്ലാം ചെയ്യാം. ഓക്കെ. പിന്നെ പേഴ്സണൽ ഹൈജീൻ, നീറ്റ്നെസ്, ക്ലീൻനെസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. റെഗുലർ നോട്ട് ചെയ്ത് വെച്ചോളൂ. ക്ലാസ്സിൽ നിങ്ങളുടെ ഇതിനകത്ത് ബ്രീഫ് ചെയ്യുമ്പോൾ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് എല്ലാവരും ഒന്ന് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ആക്ഷൻ സോങ്ങിലൂടെ ചെയ്യാം, ചാർട്ട് പേപ്പറിൽ പോസ്റ്റർ ആയിട്ട് ചെയ്യാം. ഇനി ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് അത് മാസ്ക് യൂസ് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ആ രീതിയിൽ നറേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് അപ് ടു യു. നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാം. ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഏതാണോ നന്നായി തോന്നുന്നു ആ രീതിയിൽ തന്നെ ചെയ്യാം. റോൾ പ്ലേ ചെയ്യിക്കാം കുട്ടികളെ കൊണ്ട് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ. അങ്ങനെ പല കാര്യങ്ങളും അതിനൊക്കെയുള്ള രീതിയിലൊക്കെ അതിനെ ഒന്ന് മാറ്റിയെടുത്താൽ മതി. റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, ബ്രഷിംഗ് ടീത്ത് ടോയ്സ് എ ഡേ അല്ലെ? അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ എങ്ങനെ ബ്രഷ് ചെയ്യണം, ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ, ആ ഒരു മൂവ്മെന്റ്, അതൊക്കെ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. ടോയ്ലറ്റ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്, കളിച്ചിട്ടോ അല്ലെങ്കിൽ പുറത്തു പോയിട്ടോ ഒക്കെ വരുമ്പോ നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ നോക്കണം അല്ലെ? നമ്മൾ കുളിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. ആ ഒരു സമയത്ത് കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ കയ്യും കാലും മുഖമൊക്കെ കഴുകി അന്ന് വൃത്തിയാവണം അല്ലെ? നമ്മുടെ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ബാക്കി ഭാഗത്ത് ക്ലോത്ത്സ് ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുന്നതാണ്. നിറയെ അഴുക്കും എന്തെങ്കിലുമൊക്കെ ജേംസ് ഒക്കെ പറ്റിപ്പിടിക്കും. ഇതെല്ലാം ഡെവലപ്പ് ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് ഹെൽത്തി ബാലൻസ് ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തണം. ചില സ്കൂളുകളിൽ ന്യൂ മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്യുമ്പോഴും അത് ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു ഫുഡ് കൾച്ചർ അനുസരിച്ച് കുട്ടികൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, എന്നാൽ അവർക്ക് ദിവസവും നല്ല ന്യൂട്രീഷ്യസ് പ്രോട്ടീൻ, ഇതെല്ലാം അയണൊക്കെ അടങ്ങിയ രീതിയിൽ ആഴ്ചയിൽ ഈ പറയുന്ന എല്ലാം പ്രോട്ടീൻ, കാൽസ്യം, അയൺ ഇതെല്ലാം അടങ്ങുന്ന രീതിയിലുള്ള ബാലൻസ്ഡ് ഫുഡ് അവർക്ക് കൊടുക്കാനായിട്ട് നോക്കും. പിന്നെ നമ്മളൊക്കെ അറിയാം, നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ കുട്ടികളുമായിട്ട് പുറത്തു പോകും. അപ്പൊ അവര് ഭക്ഷണം കഴിക്കുന്നതും എന്തെങ്കിലും ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സോ ടീയോ കോഫിയോ അങ്ങനെ കഴിക്കുമ്പോഴും അതിൻ്റെതായ ഒരു രീതി ഉണ്ടല്ലേ? അപ്പൊ അത് കുട്ടികളിൽ അങ്ങനെയുള്ള ഹാബിറ്റ്സ്, നല്ലൊരു സോഷ്യൽ ഹാബിറ്റ്സ് ശീലിപ്പിക്കുക. കുറെ ഭക്ഷണം എടുത്ത് കൊണ്ടുപോയി വേസ്റ്റ് ചെയ്യുന്നതല്ല, കുറെ കുടിക്കാനൊക്കെ എടുത്തിട്ട് അവിടെ വലിച്ചെറിയാം, അങ്ങനെയുള്ള രീതിയിലൊന്നും കാണിക്കരുത്. ഞാനൊരു ദിവസം ഞാനും കുട്ടികളും കൂടെ ഒരു മാരേജ് ഫംഗ്ഷന് പോയി. മാരേജ് റിസപ്ഷൻ ആണ് ഈവനിങ്. ഇപ്പോഴത്തെ റിസപ്ഷൻ ഒക്കെ അറിയാലോ, ഒരു 3 course 4 course അങ്ങനെയൊക്കെയുള്ള ഒരു ഫുഡായിരിക്കും.
ഉണ്ടാക്കുക. ഒരു ഭാഗത്ത് നിറയെ സ്വീറ്റ്സ് ആണെങ്കിൽ ഒരു ഭാഗത്ത് റൈസിന്റെ ഐറ്റം ആയിരിക്കും, ഫ്രൂട്ട് സാലഡ് ഉണ്ടാവും, അല്ലാത്ത സാലഡ് വെജിറ്റബിൾ സാലഡ്സ് ഉണ്ടാകും, ഐസ്ക്രീമിന്റെ സെഷൻ ഉണ്ടാകും, ടീ, പല ടൈപ്പ് ഓഫ് ടീ അങ്ങനെ ഉണ്ടായിരുന്നു ഒരു പോയ സ്ഥലത്ത്. പിന്നെ ഒരു ഭാഗത്ത് ലൈവ് ആയിട്ടുള്ള കുക്കിംഗ്, മസാല ദോശ, പ്ലെയിൻ ദോശ, പിന്നെ എന്താണ് റുമാലി റൊട്ടി, ഭട്ടൂര, അങ്ങനെയുള്ള ലൈവ് കിച്ചൺ പോലെ അതും നടക്കുന്നുണ്ട്. ഞാനും മോനും മോളും കൂടെ ഫുഡ് എടുത്തിട്ട് ഞങ്ങൾ ഒരു ഭാഗത്തിരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പ്ലേറ്റ് അവിടെ ഇങ്ങനെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് ഇടാനും, പിന്നെ പ്ലേറ്റ് വെക്കാനായിട്ടൊരു വലിയൊരു ബാസ്ക്കറ്റ് പോലെ ഈ നമ്മുടെ പാലൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു ബ്ലൂ കളറിൽ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ അവര് ലെങ്ത് വൈസ് കുത്തനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്ലേറ്റ് അതിലേക്ക് വെച്ചാൽ മതി. അതൊരു ടേബിളിലാണ്, കുറച്ചധികം നീളമുള്ള ഒരു ടേബിളല്ല, ടേബിളിന് അങ്ങനെ ഭിത്തിയോട് ചാരി വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ അത് വയ്ക്കാനായിട്ട് പോയ സമയത്ത് ഞങ്ങളുടെ മുന്നിൽ 2 ബോയ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവരെനിക്ക് തോന്നുന്നു കൂടി വന്നാൽ ഒരു 5 വയസ്സ് അത്രേ ഉണ്ടാവുള്ളൂ കുട്ടികൾക്ക്. കൂടെ ആരെയും കണ്ടില്ല, മേ ബി അവരവിടെ തരുന്ന കഴിക്കണ്ടോ എന്തോ അറിയില്ല. അപ്പൊ ഈ കുട്ടികളെ ഭക്ഷണം കഴിച്ച് പ്ലേറ്റ് കൊണ്ടുവയ്ക്കാനായിട്ട് വരിക. നോക്കിയപ്പോ ഇവരുടെ പ്ലേറ്റില് വേസ്റ്റ് എന്ന് പറയാൻ ഒന്നുമില്ല. ആകെ ഒരു കഷ്ണം ഏലക്കായും എന്തോ റൈസ് എടുത്തതിന്റെ അങ്ങനെ കറിവേപ്പിലയോ അങ്ങനെ എന്തോ കിടക്കുന്നുള്ളൂ. അപ്പൊ വേസ്റ്റും ആ പ്ലേറ്റില്ല. അവർ ഉണ്ടായിരുന്നത് ആ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ഈ പ്ലേറ്റ് വയ്ക്കണമെങ്കിൽ ഇവർക്ക് നീളം എത്തുന്നില്ല. അതായത് ടേബിളിന്റെ ആ ഭിത്തിയോട് ചാരിയല്ലേ വെച്ചേക്കുന്നത് ടേബിൾ ഇട്ടിട്ട്. അപ്പൊ ഇവരുടെ ഈ കുഞ്ഞു കൈ പ്ലേറ്റ് അതിലേക്ക് വെക്കാൻ എത്തുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുക, നമ്മുടെ ഉള്ളിൽ മോണ്ടിസോറി ഉണ്ടല്ലോ, പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യരുതല്ലോ. അപ്പൊ ഇങ്ങനെ ഇവരെന്താ ചെയ്യാൻ പോണേന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവരിങ്ങനെ കാലിങ്ങനെ പെരുവി അവരുടെ വിരലിങ്ങനെ കുത്തി നിന്നിട്ട് ഇവരെങ്ങി ആ പ്ലേറ്റ് അവിടെ വെച്ചു, സൂക്ഷിച്ചു വെച്ചു. കാരണം പൊട്ടുന്ന പ്ലേറ്റ് ആയിരുന്നു, സെറാമിക് ഇതായിരുന്നു, ഗ്ലാസ് പോലത്തെ പ്ലേറ്റ് ആയിരുന്നു. അങ്ങനെ വെച്ചു, രണ്ടുപേരും വെച്ചു. എനിക്കിത് കണ്ട ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പ്ലേറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യുന്ന അങ്ങോട്ട് പോയി. വാഷ് ചെയ്യുന്ന അവിടെ പോയപ്പോഴേക്കും ഇവര് വാഷ് ചെയ്യുന്ന ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വളരെ കുറച്ച് വെള്ളം എടുത്ത് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഫുഡിന്റെ പറ്റി പിടിച്ച ഭാഗമൊക്കെ കളഞ്ഞിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഹാൻഡ് വാഷ് പ്രസ് ചെയ്തു. അല്പം എടുത്തു, നല്ലപോലെ അവര് നല്ലപോലെ തിരിഞ്ഞ് റബ്ബ് ചെയ്ത് കൈ കഴുകുക കേട്ടോ. എന്നിട്ട് അവര് ടാപ്പ് ഓൺ ചെയ്തിട്ടിട്ടില്ല. ചിലര് കാണിക്കുന്ന കാണാലോ, അങ്ങനെ ടാപ്പ് ഓൺ ചെയ്ത് കൈ അങ്ങനെ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് പതുക്കെ അവര് മറ്റേ ഹാൻഡ് കൊണ്ട് ടാപ്പ് ഇങ്ങനെ ഓൺ ചെയ്ത് അവര് കൈ അതിന്റെ അടിയിൽ വെച്ച് നല്ലപോലെ റബ്ബ് ചെയ്ത് കഴുകി വായും നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് അവര് തിരിച്ചു പോകുന്നു. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഗുഡ് ബോയ്സ് എന്നിങ്ങനെ പറഞ്ഞു അവര് ചിരിച്ചു. അപ്പൊ അത് ആ കുട്ടികൾക്ക് അറിയാം സോഷ്യൽ ഹാബിറ്റ്സ് എങ്ങനെ വേണം എന്നുള്ളത്. അവര് ട്രെയിൻഡ് ആണ്. അവർ ചെറുപ്പം തുടങ്ങി അവരുടെ ഫാമിലിയില് അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂളില് അവർക്ക് അതിന് വേണ്ടുന്ന രീതിയിലുള്ള ആ ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ട് അല്ലെ. ഇതിപ്പോ നമ്മൾ കുട്ടികൾ ശിക്ഷിക്കണം. ഭക്ഷണം വേസ്റ്റ് ആക്കാത്ത കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ വരുമ്പോൾ കുറെ ഉണ്ടാവും, കുട്ടികൾ എല്ലാം കുറെ എടുക്കും. അവർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേന് അവരുടെ ചെറിയ വയറല്ലേ, അതൊന്നും അറിയും, അവർ കൊണ്ട് കളയുവാണ് പതിവ്. ഇത് അവരുടെ പ്ലേറ്റിലൊന്നും ബാക്കിയില്ല. അവര് ഫുൾ വേസ്റ്റ് കളയാൻ മാത്രം ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. അപ്പൊ നമ്മൾ വീട്ടിലും അതുപോലെ തന്നെ, ഒരു വീട്ടില് ഭക്ഷണം കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഭയങ്കര വലിയ എപ്പോഴും കുറെ ഫുഡൊന്നും ഉണ്ടാക്കില്ലല്ലോ. നമ്മളുടെ ആ ഒരു രീതിക്ക് അനുസരിച്ചല്ലേ ഉണ്ടാക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും അവരത് കഴിച്ചിട്ട് അധികം വേസ്റ്റ് ആക്കാതെ ഇരിക്കാനായിട്ട് നോക്കും. ഇനി താഴെ വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതും നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആണ് കേട്ടോ. അത് പറയാം. ആ നമ്പർ 4 നമ്പറിൽ ആ ഏജൻസി ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മതി, അത് മാത്രം കേട്ടോ. യെസ് പ്ലീസ്. Various agencies for improving health education are: first one, books; second one, charts and posters showing proper hygiene situation; third one, chart including the rules of healthy living; fourth one, feature film, radio programs, etc. നമുക്കറിയാം, നമുക്ക് കുറെ സോഴ്സസ് ഉണ്ട്. ഈ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് കിട്ടുന്ന സോഴ്സസ് ഉണ്ട്. നമ്മൾക്ക് വളരെ പരിചയമുള്ളതാണ് ആരോഗ്യ മാസിക അല്ലെ. പിന്നെ അല്ലാതെയുള്ള ചില മാഗസീൻസ്, ഇപ്പൊ വനിത, ഗൃഹലക്ഷ്മി അങ്ങനെയുള്ള മാഗസീൻസ് ഒക്കെ വാങ്ങുമ്പോൾ അതിന്റെ ഏതെങ്കിലും ഒരു കോർണർ ഉണ്ടാകും ആരോഗ്യമായിട്ടും ഹെൽത്ത് ടിപ്സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഹെൽത്തി റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചെറിയൊരു ഭാഗത്ത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ചിലതിൽ ബ്യൂട്ടി ടിപ്സ് ഉണ്ടാവും.
നമ്മുടെ സ്കിൻ എങ്ങനെ നമ്മൾ കെയർ ചെയ്യണം, അങ്ങനെയുള്ള രീതിയിലുള്ള ബ്യൂട്ടി ടിപ്സും അങ്ങനെയൊക്കെ കാണും. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇതുപോലെ നമുക്ക് ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചും, അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള അവയർനെസ് തരുന്ന ഏജൻസീസ് ഏതൊക്കെയാണെന്ന്. ബുക്സ് ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ ചാർട്ട് നിറയെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. അമ്മയുടെ പാലാണ് കുഞ്ഞിന് നല്ലത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഈ താഴെ പറയുന്ന ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വരുവാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെ. സ്റ്റെപ്പ് കയറുമ്പോൾ ടിക് ടിക് എന്നുള്ള ശബ്ദം നമ്മുടെ കാലിന്റെ മുട്ടിൽ നിന്ന് വരുവാണെങ്കിൽ നിങ്ങളുടെ എല്ലിനെ തേയ്മാനം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് തരുന്ന പോസ്റ്റേഴ്സ് ആണ്. ഹോസ്പിറ്റലുകളിൽ ചെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇമ്മ്യൂണൈസേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്ന പോസ്റ്റേഴ്സ് എല്ലാം കാണാനായിട്ട് പറ്റും. പിന്നെ കോവിഡ് സമയത്തും കുറെ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഹാൻഡ് വാഷ് പറഞ്ഞത് ഇതാണ്, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് പറഞ്ഞത്. പിന്നെ ഇപ്പം ഇച്ചിരി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച പോസ്റ്റേഴ്സ് അല്ല, അതിന് പകരം ചെറിയ ചെറിയ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഗാഡ്ജറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നീളത്തിലൊക്കെ ആയിട്ട്. അതിൽ ഡോക്ടേഴ്സ് തന്നെ ഓരോ കാര്യങ്ങളെ പറ്റിയുള്ള അവയർനെസ്, ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ വീഡിയോസ് ആണ് ഇപ്പൊ ഹോസ്റ്റലുകളിൽ ഇങ്ങനെ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ഇരിക്കുന്നത് അതിന് അനുസരിച്ചുള്ള വീഡിയോസ്. ഞാനൊരു പ്രാവശ്യം മോൾക്ക് അവളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ ടെസ്റ്റുകൾ കുറേ ചെയ്യണമായിരുന്നു. ബ്ലഡ്, യൂറിൻ, ECG, എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ, ഓഡിയോ ടെസ്റ്റ്, വിഷ്വൽ ടെസ്റ്റ്, അങ്ങനെ കുറെ ടെസ്റ്റുകളുണ്ട്. അപ്പൊ അത് ചെയ്യാനായിട്ട് ഞാൻ എക്സ്ഷോർ ഹോസ്പിറ്റലിൽ പോയിരുന്നപ്പോ ഇങ്ങനെ വീഡിയോ കാണും കേട്ടോ. അവിടെ ഇങ്ങനെ ഈ മെഡിക്കൽ പാക്കേജുമായിട്ട് ആളുകൾ വരും. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് വല്ല പാക്കേജ് കിട്ടുന്നതായിരിക്കും, ഫുൾ ബോഡി ചെക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കാണുവാണ്. അപ്പൊ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ ഒരു കുട്ടി ആ വീഡിയോയിൽ കണ്ടപ്പോ ഞാനതൊന്ന് ശ്രദ്ധിച്ചപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വീഡിയോയിൽ കാണുന്നത് ഈ കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പൊ ഒരു ഡോക്ടർ അതിലെ പാസ് ചെയ്യുന്നു, ആരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഡോക്ടർ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കുട്ടി കണ്ടിന്യൂസ് ഇങ്ങനെ 2 മിനിറ്റ്സ് കൂടുമ്പോ ഇങ്ങനെ ബോട്ടിലിൽ നിന്ന് എടുത്ത് വെള്ളം കുടിക്കുക. അപ്പൊ ഡോക്ടർ ഈ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെ കണ്ടിന്യൂസ് വെള്ളം കുടിക്കുന്നത് ചോദിച്ചപ്പോ ഈ കുട്ടി പറയാണ്, സാർ എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ പ്രോബ്ലം ഉണ്ട്, അപ്പൊ അത് പ്രശ്നമാവണ്ട എന്ന് കരുതി ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നമ്മൾ വെള്ളം കുടിച്ചത് കൊണ്ട് കിഡ്നി സ്റ്റോൺ മാറണമെന്നില്ല. ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അത് അങ്ങനെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പോകും. വലിയ സ്റ്റോണുകൾ അങ്ങനെ പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പ്രൊസീജിയർ എടുത്ത് തന്നെ ചെയ്യാൻ എന്നിങ്ങനെ പറഞ്ഞ് ഡോക്ടർ ആ കുട്ടിക്ക് ഒരു അവയർനെസ് ഒക്കെ കൊടുക്കുവാണ്. അതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് ഒക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ അതിനെയൊക്കെ റിലേറ്റ് ചെയ്ത്, ഇപ്പൊ സ്കിന്നിന്റെ ആണെങ്കിൽ സ്കിൻ കെയർ, കണ്ണിന്റെ ആണെങ്കിൽ കണ്ണിന്റെ, പല്ലിന്റെ ആണെങ്കിൽ പല്ലിന്റെ, എല്ലായിടത്തും ഇതുപോലെ നമുക്ക് അവയർനെസ് തരുന്ന രീതിയിലുള്ള വീഡിയോസ്. നമുക്കിപ്പോ അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമുക്ക് ബുക്സിന്റെ പേര് കണ്ടുപിടിക്കാൻ പറ്റൂലേ. ഫസ്റ്റ് ക്രൈ ഇന്ത്യ എന്നൊരു മാഗസീൻ ഉണ്ട്. കുട്ടികളുടെ ഹെൽത്ത് എഡ്യൂക്കേഷന് വളരെയധികം ഹൈലൈറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയുന്ന ഒരു ബുക്കാണ് ഫസ്റ്റ് ക്രൈ ഇന്ത്യ. പിന്നെ ചാർട്ടും പോസ്റ്റേഴ്സും ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. പിന്നെ ചാർട്ട് ഇൻക്ലൂഡിങ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്, നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നതിന് പറ്റുന്ന കുറെ കാര്യങ്ങൾ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചാർട്ട് അംഗൻവാടികളിൽ ചിലപ്പോൾ കാണാം, അല്ലെങ്കിൽ അംഗൻവാടികളിൽ കാണാം. പിന്നെ മൂവീസ്, റേഡിയോ പ്രോഗ്രാംസ്, എന്തിനാ റേഡിയോ പ്രോഗ്രാം, TV പ്രോഗ്രാം ഇല്ലേ, ഹെൽത്ത് ലൈനോ, ഡോക്ടറോട് ചോദിക്കാമോ, അങ്ങനെ എന്തോ ആരോഗ്യ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോ പ്രോഗ്രാം കേൾക്കാം. പിന്നെ യൂട്യൂബില് കുറെ യൂട്യൂബ് ഡോക്ടേഴ്സ് ഉണ്ടല്ലേ, ജെനുവിൻ ആയത് മാത്രം ഫോളോ ചെയ്യാട്ടോ, ഞാൻ ഒട്ടും അത് പ്രൊമോട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് ജെനുവിൻ എന്ന് തോന്നുന്നത് മാത്രം ഫോളോ ചെയ്യാം. അങ്ങനെ യൂട്യൂബ് ഡോക്ടേഴ്സും കുറെ ഉണ്ട്. ഞാൻ കണ്ട ഒരു മൂവിയാണ്, മൂവിയുടെ പേര് ഞാൻ പറഞ്ഞു, ഒരു ഹിന്ദി ആണ് ആ മൂവി. അതിനങ്ങനെ സൂപ്പർ ഹീറോസ് ഒന്നും അഭിനയിച്ചൊരു മൂവിയല്ല, എനിക്ക് അറിയാൻ കൂടി ഇല്ലാത്ത കുറച്ച് ആൾക്കാരായിരുന്നു. പിന്നെ ചെറിയ ചെറിയ റോൾസ് ചെയ്യുന്ന ഏതോ 2-3 പേര് പരിചിത മുഖങ്ങളും കണ്ടു. മൂവി ഇതാണ്, കുട്ടികളുടെ മൂവിയാണ് കേട്ടോ അത്. മൂവി ഇതാണ്, ഒരു സ്ലം ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ, അവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല. ഇവരെല്ലാരും ടോയ്ലറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് പോകുന്നത് അവരുടെ അവരുടെ ഈ ചേരിക്കടുത്ത്, ഈ കോളനിക്കടുത്ത് റെയിൽവേ സ്റ്റേഷന്റെ ഒരു യാർഡ് ഉണ്ട്.
പഴയ ട്രെയിനുകള് ബോഗികളൊക്കെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു യാർഡ്. അപ്പൊ നൈറ്റ് ആവുമ്പോൾ ഇവർ അവിടെയാണ് ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ ടോയ്ലറ്ററി പർപ്പസിന് വേണ്ടി പോകുന്നത്. അത്രയ്ക്കും അൺഹൈജീനിക് വേയില് ജീവിക്കുന്ന ആൾക്കാർ. അപ്പോ ഒരു വീട്ടില് ഒരു അമ്മയും മോനും മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. അമ്മ വളരെ യങ്ങാണ്, മോന് കൂടി വന്ന ഒരു 8 or 7 വയസ്സ്, 10 വയസ്സ് മാക്സിമം വിചാരിക്കാം. അപ്പോ അമ്മ ഒരു ദിവസം രാത്രി ഇതുപോലെ തന്നെ ടോയ്ലറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഈ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവരെ ഒരാള് ഉപദ്രവിക്കും, അവരെ മോളസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവർക്ക് ഭയങ്കര വിഷമവും അവർ വീട്ടിലേക്ക് ഓടി വന്ന് കരയുവാണ്. കൊച്ചു മോന് ഇത് എന്താ അമ്മയ്ക്ക് സംഭവിച്ചെന്ന് മനസ്സിലായില്ല, പക്ഷെ നാട്ടുകാർക്ക് മനസ്സിലായി. അപ്പൊ മോൻ മനസ്സിലാക്കുന്നത് ടോയ്ലറ്റ് ഇല്ലാത്ത കാരണമാണ് അമ്മ കരയുന്നത്. മോൻ എന്ത് ചെയ്യും, അവരുടെ ആ ചേരിയുടെ കുറച്ച് ഉയർന്ന ഭാഗമുണ്ട്, അവിടെ പോയിട്ട് കുഴി കുഴിച്ച് ഒരു ടോയ്ലറ്റ് പോലെ ആക്കി പഴയ സാരിയും ഒക്കെ കൊണ്ടുവന്ന് ഒരു മരത്തിന്റെ ഇത് ടിക്കിന്റെ ഒരു കമ്പ് പോലെയുള്ളത് കുറച്ചൊക്കെ 4 സൈഡിലൊക്കെ കുത്തി ഈ സാരി കെട്ടി മറച്ചു. ശരിക്കും പണ്ടത്തെ കുഴി ആ ഒരു ടൈപ്പ് ഒരു ടോയ്ലറ്റ് പോലെ ആക്കിയാണ് അവൻ എടുത്തത്. എന്നിട്ട് അമ്മയെ കൊണ്ടിട്ട് കാണിക്കും. ഇവര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിട്ട് മൂടുക, അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അമ്മയെ കൊണ്ടുവന്നത് കാണിക്കും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. പക്ഷെ ഇതൊരു ടോപ്പ് ഏരിയയിലായതുകൊണ്ട് കാറ്റ് വന്ന് പെട്ടെന്ന് തന്നെ നാശമായി പോയി. കോല് മറിഞ്ഞു വീണു, സാരി പറന്നുപോയി, അങ്ങനെയൊക്കെ. അത് നടന്നില്ല. അപ്പൊ ഇവനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോക്കൽ ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ അതിന് ചെയ്യണ്ടേ, നമ്മുടെ ഇവിടെ ടോയ്ലറ്റ് വരാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അവരുടെ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ എന്തോ ആ ലോക്കൽ അതോറിറ്റീസിന്റെ അടുത്ത് ചെന്നിട്ട് ഡിമാൻഡ് ചെയ്യാണ് ഈ കുട്ടി. ഇവൻ മാത്രമല്ല, ഇവന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇവന്റെ പ്രായത്തിലുള്ളത്. അവരുടെ അടുത്ത് ചെന്ന് ഞങ്ങളുടെ അവിടെ ടോയ്ലറ്റ് വേണം എന്ന് പറയുകയാണ്. അപ്പൊ അവര് കൊച്ചുങ്ങളെ കളിയാക്കി വിടും ഈ ലോക്കൽ അതോറിറ്റീസ് ഓഫീസേഴ്സ്. അപ്പൊ ഇവര് എന്ത് ചെയ്യും, കളിയാക്കിയിട്ട് എന്താ പ്രൈം മിനിസ്റ്ററിനോട് പോയി പറയാനോ അങ്ങനെ എന്തോ പറയും. അങ്ങനെ ഈ കുട്ടിയും കുട്ടിയുടെ ഫ്രണ്ട്സും കൂടി ഇരുന്നിട്ട് പ്രൈം മിനിസ്റ്റർക്ക് കത്തെഴുതുവാണ്. കത്തിലെ സാരാംശം ഇതാണ്: താങ്കളുടെ അമ്മയ്ക്ക് താങ്കളുടെ വീട്ടിൽ ടോയ്ലറ്റ് ഉണ്ടോ, ടോയ്ലറ്റ് ഇല്ലാഞ്ഞിട്ട് താങ്കളുടെ അമ്മ കരഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ടോയ്ലറ്റ് ഇല്ല, ഞങ്ങൾക്ക് ടോയ്ലറ്റ് വേണം, ടോയ്ലറ്റ് ഇല്ലെങ്കിൽ എന്റെ അമ്മ കരയും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക. എന്നിട്ട് ഈ കത്ത് കൊടുക്കാനായിട്ട് ഒരു പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അപ്പോ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് പോകണമെങ്കിൽ ട്രെയിനിൽ പോകണം. അവരുടെ കയ്യിൽ ടിക്കറ്റ് ഒന്നുമില്ല. ഇവര് ട്രെയിനിൽ അല്ലാതെ കയറും, ടിക്കറ്റ് ഒന്നും എടുക്കാതെ. എന്നിട്ട് ടി വരുമ്പോൾ ഒളിച്ചൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ജേണിയാണ്. അങ്ങനെ അവരവിടെ ചെല്ലുന്നു. ചെന്ന് ആ ഗേറ്റിന്റെ അവിടെ ചെല്ലുമ്പോൾ സെക്യൂരിറ്റി ഉണ്ടല്ലോ, പ്രൈം മിനിസ്റ്ററൊന്നും നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. സെക്യൂരിറ്റി എടുത്തിട്ട് പറയും ഇവർക്ക് അതും ഒന്നും അറിയില്ല. ഞങ്ങൾക്ക് പ്രൈം മിനിസ്റ്ററെ കാണണം, ഒരു കത്ത് കൊടുക്കാൻ പറയും. സെക്യൂരിറ്റി ഇവരെ ഓടിച്ചു വിടും. അപ്പൊ അകത്ത് നിന്ന് പ്രൈം മിനിസ്റ്ററുടെ PA ഇത് കണ്ടു. PA വേഗം കൗതുകത്തോടെ ഇറങ്ങി വന്നിട്ട് ഈ കുട്ടികളെ വിളിക്കും. വെച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും പ്രൈം മിനിസ്റ്റർക്ക് കത്ത് കൊടുക്കാൻ വന്നതാന്ന് പറയും. അയാൾക്ക് ഭയങ്കര കൗതുകവും. അയാൾ പറയും ഞാൻ നേരിട്ട് കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇവരെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുവാണ്. ഇവര് പോയി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവരെ കളിയാക്കി ആ ലോക്കൽ അതോറിറ്റിയുടെ ഓഫീസേഴ്സ് ഇവരുടെ ചേരി വിസിറ്റ് ചെയ്യാൻ വരുവാണ്. കാരണം പ്രൈം മിനിസ്റ്ററുടെ അവിടെ നിന്ന് ഉത്തരവ് വന്നു, ആ കോളനിയില് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒരുക്കണം എന്ന് പറഞ്ഞിട്ട് ഉത്തരവിടുവാണ്. അങ്ങനെ വന്നു, ഒഫീഷ്യലി ലെറ്റർ വന്നു. അങ്ങനെ പിന്നെ അവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അവര് വന്ന് അതിനുള്ള പ്ലേസ് കണ്ട് നല്ല രീതിയിൽ കുറേ ഒരു 10-12 ടോയ്ലറ്റ്സ് ആ ഒരു കോളനിയിൽ വെച്ചു കൊടുക്കുന്നതാണ് ആ മൂവി. അത്ര കളർഫുൾ മൂവിയോ അങ്ങനെ എന്റർടൈനറോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ആ കുഞ്ഞിന്റെ ആ മനസ്സ് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും, അവന്റെ ഇതിലൂടെ നമ്മൾ സഞ്ചരിക്കും. അങ്ങനെയുള്ള ഒരു മൂവിയാണ്. പേര് പ്രധാനമന്ത്രി അങ്ങനെ എന്തോ പറഞ്ഞിട്ട് എന്തൊരു പേരാണ്, എനിക്ക് പേര് ഓർമ്മയില്ല. അതായിരുന്നു ആ മൂവി. ഞാൻ യൂട്യൂബിലാണ് കണ്ടത് കേട്ടോ. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അത് കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മൂവിയുടെ പേര് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് അങ്ങനെയുള്ള മൂവീസ് അത് വരാം. നമുക്ക് ഇതുപോലെയുള്ള അവയർനെസ് തരുന്ന രീതിയിലുള്ള മൂവീസ്. പിന്നെ റേഡിയോ പ്രോഗ്രാം മാത്രമല്ല TV പ്രോഗ്രാം ഉണ്ട്. യൂട്യൂബിൽ വീഡിയോസ് വരാറുണ്ട് അല്ലെ, പല ഇതും. അത് പക്ഷെ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ കറക്റ്റ് അതിന്റെ ഓതന്റിസിറ്റി ഒക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കാണുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഓക്കെ, താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് വായിച്ചോളൂ. പേഴ്സണൽ ഹൈജീനും കൂടി ചേർത്ത് വായിക്കണേ. ആ ഒരു പേഴ്സണൽ ഹൈജീന്റെ ആ ഒരു പാരഗ്രാഫ് കൂടെ ചേർത്തോളൂ. യെസ് പ്ലീസ്.
When it comes to the level of the small children, they learn many things by role modeling. So, teachers and other adults who collaborate with them can show good health habits in school, particularly in usage of toilets, washing hands before eating something, etc. Personal hygiene. The human body can provide places for diseases causing germs and parasites to grow and reproduce. These places include the skin and in the around the opening of the body. It is less likely that germs and parasites will get inside the body if people have good personal hygiene habits. Personal ബാക്കിയും കൂടെ വേണോന്ന് നെക്സ്റ്റ് പാരഗ്രാഫ് വായിച്ചു. Personal hygiene may be described as the principle of maintaining neatness and grooming of the external body. Personal hygiene is, as it says, personal. Everybody has their own habits and standards that they have been taught or they learned from others. It is basically the promotion and continuance of good health. So, for proper and organized working of the body, it is necessary to have good personal hygiene. Though proper health education, we have to develop good hygiene habits in children. നമ്മൾ പറഞ്ഞു കുട്ടികൾ നമ്മളെ ഫോളോ ചെയ്യും, അവര് റോൾ മോഡൽ ആക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ പ്രത്യേകിച്ച് അവരെന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് അവരെ റോൾ മോഡൽ ആക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ കൂടുതലും സ്കൂളിലായിരിക്കും അവർ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ, ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിലും എങ്ങനെയാണെങ്കിലും ടോയ്ലറ്റ്സിൽ പോകുന്നതിന് ശേഷമൊക്കെ എങ്ങനെയൊക്കെയാണെങ്കിലും അവരുടെ എല്ലാ ഹെൽത്തി ഹാബിറ്റ്സും ആ സ്കൂളിലെ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്, മറ്റ് അഡൽട്സും ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവരുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന എല്ലാ അഡൽട്സും. ഓക്കെ, നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീൻ പറയുന്നത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഒരു ഇതുപോലെയുള്ള ജേംസിനൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണല്ലേ. പലപ്പോഴും നമ്മൾ അറിയേയില്ല നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വന്ന് ഇരുന്നാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ജേംസ്, ബാക്ടീരിയ, വൈറസ് ഇൻഫെക്ഷൻസ് ഒക്കെ വരാറുണ്ട്. പിന്നെ പാരസൈറ്റ്സ് എന്ന് അറിയാലോ, ഇത്തിൽക്കണ്ണികൾ അല്ലെ, മരത്തിൽ കാണാം നമുക്ക് ഇത്തിൽക്കണ്ണി. മാവിലൊക്കെ എപ്പോഴും വരുന്നു, ആ മാവ് പിന്നെ നശിച്ചു. അവർ ചെയ്യുന്ന എന്താ, ഒരു ഹോസ്റ്റിൽ കയറിയിട്ട് ആ ഹോസ്റ്റിന്റെ എല്ലാ ന്യൂട്രിയൻസും അങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് അവരങ്ങ് വളരാനും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ അറിയില്ല, ചിലപ്പോൾ എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരത്തിൽ പിടിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയില്ലേ. ചില ടേപ്പ് വേംസ് ഒക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം പറ്റാറുണ്ട്. അങ്ങനെ അതാണ് കുട്ടികൾക്കിടയ്ക്ക് ഡീവോം ചെയ്യാനുള്ള ടാബ്ലറ്റും മെഡിസിനും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ അല്ലേ. അപ്പൊ ഇത് നമ്മുടെ സ്കിൻ ഓപ്പൺ ആയിട്ട് കാണുന്ന ഭാഗങ്ങൾ, നമ്മുടെ ഓപ്പണിംഗ് ഓഫ് ദ ബോഡി, മൂക്ക്, ചെവി, കണ്ണൊക്കെ നമ്മുടെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ നമ്മൾ വാ തുറക്കുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഈവൻ കോട്ടുവായിടുമ്പോഴും നമ്മൾ ക്ലോസ് ചെയ്യണം. കാരണം തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് മാത്രം അല്ല, ആ സമയത്ത് നമ്മുടെ ഓപ്പൺ സ്പേസുള്ള ഈ അറ്റ്മോസ്ഫിയറിൽ കംപ്ലീറ്റ് ജേംസ് ആയിരിക്കും, ബാക്ടീരിയകളും വൈറസും ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ വായിലൂടെ അകത്തേക്ക് കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം നമ്മൾ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മുടെ എക്സ്റ്റേണൽ ബോഡീനെ പ്രിപ്പയർ ചെയ്യാം, നല്ല നീറ്റാക്കി വെക്കുക, ഗ്രൂമിങ് ചെയ്യാം. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ, അതായത് എന്റെ പേഴ്സണൽ ഹൈജീൻ ഞാൻ തന്നെയാണ് നോക്കേണ്ടത് അല്ലേ. ഓരോരുത്തർക്കും അവരുടേതായ ഹാബിറ്റ്സും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും എല്ലാം ഉണ്ട്. അവര് ചെറുപ്പത്തിലേ തന്നെ അവര് ശീലിച്ചു പോകുന്നതും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടും അവരുടെ നിന്നും പഠിച്ചും ഒക്കെ പോകുന്നതായിരിക്കും. ഗുഡ് ഹെൽത്തിന്റെ പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. നമ്മുടെ ബോഡീനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ നോക്കണം. കാരണം വെച്ചാൽ അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് ഗുഡ് പേഴ്സണൽ ഹൈജീൻ ആവശ്യമാണ്. പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നല്ല ഹൈജീൻ ഹാബിറ്റ്സ് നമുക്ക് കുട്ടികളിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഹാബിറ്റ്സ്, അതിന്റെ ഓരോരോ കാര്യങ്ങൾ, ഏത് ഏരിയയിലാണ് നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, കുട്ടികളുടെ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവര് എങ്ങനെ അതൊക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ ഫൈൻ, വായിക്കാം. ഫസ്റ്റ് ടു ബുള്ളറ്റ് പോയിന്റ്സ് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ഹാബിറ്റ്സ് ഓഫ് ക്ലീൻലിനെസ്സും ക്ലീൻ ബോഡി സ്കിന്നും.
Habits of cleanliness. Habits once formed became a part of the personality of the child, so they must learn good habits from the period of being young. The teachers show clean and tidy that itself affects the habits of the students. Clean body, skin. If the surface is not kept clean, it will not be able to check the influences of germs. So, teachers should highlight the significance of a clean body. Skin, the outer surface of the body. ഓക്കെ ബിസ്മയ, ആ 2 പോയിന്റ്സ് ബിസ്മയ്ക്ക് എന്തെങ്കിലും ആയിട്ട് റിലേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയാൻ പറ്റും? ഹാബിറ്റ്സ് മീൻസ് നമ്മള് യൂഷ്വലി ചെയ്യുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ ഹാബിറ്റ്സ് നമ്മുടെ എന്താണ് പാരൻസിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്നായിരിക്കും കുട്ടികൾക്ക് കിട്ടുന്നത്. അതിപ്പം അവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് അത് റിലേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. അത് പാരൻസ് തന്നെയാണ് അവർക്കൊരു റോൾ മോഡൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കും ഈ ഹാബിറ്റ്സ് ക്ലെൻലിനെസ്സും നമുക്ക് കിട്ടുന്നത്. ആ കുട്ടികളുടെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നതായിരിക്കും. അതുപോലെ പിന്നെ അത് ചെറുപ്പത്തിലെ മുതൽ, അതായത് യങ് ആയിരിക്കുമ്പോൾ മുതലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആയിരിക്കും. ഒരു പീരീഡ് കഴിയുമ്പോൾ ഒരു KG സെക്ഷനൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അംഗൻവാടി ഒക്കെ പോകുമ്പോഴത്തേക്കും അവരെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ടീച്ചേഴ്സ് ആയിരിക്കും. അങ്ങനെയാണ് ഫസ്റ്റ് പോയിന്റിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഓക്കെ സോ വിസ്മയ പറഞ്ഞു ഹാബിറ്റ്സ് കുട്ടികൾ എന്തൊക്കെ കാണുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, അതൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ അതുപോലെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. അത് വൺസ് അവരുടെ ശീലം അവരുടെ ഭാഗമായി കഴിഞ്ഞാൽ, അവരുടെ ലൈഫിന്റെ ഭാഗമായി കഴിഞ്ഞാൽ, അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ടൊന്ന് മാറുവാണ് ആ ഒരു ഹാബിറ്റ്സ്. നമ്മൾ പറയില്ലേ, ചില ആളുകളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, അങ്ങനെയല്ലേ? ചില കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് ഇപ്പോഴും തല ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളില്ലേ, അയാള് അങ്ങനെ മീൻസ് അത് അയാൾക്ക് ഓട്ടോമാറ്റിക്കലി വരുവാണ്. എന്ത് സംസാരിക്കുമ്പോ അയാളുടെ കൈ എപ്പോഴും ഇങ്ങനെ തലയിൽ ഇങ്ങനെ, വേറെ ഒന്നും കൊണ്ടല്ല, അത് ചൊറിഞ്ഞിട്ടോ ഒന്നും ആവില്ല, അത് അയാളുടെ ഒരു മാനേഴ്സും അയാളുടെ ഹാബിറ്റായി മാറി. അപ്പൊ നമ്മൾ ചിലരുടെ ഐഡന്റിറ്റി ആക്കുക ഹാബിറ്റ്. അപ്പൊ അതൊരു നല്ല ഹാബിറ്റ് ആണെങ്കിൽ നമ്മളുടെ നല്ല ഐഡന്റിറ്റി ആയി മാറും, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് ആ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ഗുഡ് ഹാബിറ്റ്സ് ശീലിക്കുവാണെങ്കിൽ അവർ വലുതാകുമ്പോഴും അവരുടെ ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ അത് അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടാകും. അപ്പൊ ടീച്ചേഴ്സും വീട്ടിൽ ബിസ്മയ പറഞ്ഞ പോലെ വീട്ടിലുള്ളവരും തന്നെയാണ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. പല ഹാബിറ്റ്സും അവരിലേക്ക് എത്തിച്ചേരേണ്ടത് അങ്ങനെയാണ്, നമ്മളെ വഴി തന്നെയാണ്. ക്ലീൻ ബോഡി സ്കിൻ, നമ്മളുടെ ബോഡിയുടെ സർഫസ് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യും ജേർമ്സ്, അണുക്കള്. അതുകൊണ്ട് ടീച്ചേഴ്സ് എപ്പോഴും അതിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയണം, അതിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്. ബോഡി എപ്പോഴും ക്ലീൻ ആയിരിക്കണം. സ്കിന്നും ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി പെട്ടെന്ന് ഒരു നല്ലപോലെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഏരിയ ബോഡിയിലുണ്ടല്ലേ, അതുകൊണ്ട് ഇതുപോലെ അണുക്കളൊക്കെ ഇരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ ഫൈൻ, നമുക്ക് അടുത്ത പോയിന്റ്സ്, ഒന്നുകൂടെ ഈ പോയിന്റ്സും അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം ഓടിച്ച് ധൃതി പിടിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് 3rd യൂണിറ്റ് എടുത്തിരുന്നോ ടീച്ചേഴ്സ് ആരെങ്കിലും? ഇല്ല. ഓക്കെ ഫൈൻ. ഈ ഒരു പാർട്ടില് വേറെ ഏതൊക്കെ യൂണിറ്റ്സ് എടുത്തോണ്ടിരിക്കണേ? 4th യൂണിറ്റ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. 7th ഏതായിരുന്നു? ഹെൽത്ത് കെയർ. 4 എടുത്തിട്ടില്ല. അത് കംപ്ലീറ്റ് ആയി. 4 എടുത്തോണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ അശ്വതി മിസ്സാണ്. അപർണ മാം. അപർണ മിസ്. ഓക്കെ ദെൻ വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് മാം. ഹായ് ഓൾ,
ലെറ്റ് സൈൻ ഔട്ട് ദ ക്ലാസ്. ഇന്ന് നമുക്ക് കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയും എല്ലാം നമുക്ക് ക്ലാസ് എടുത്തു തന്ന നമ്മുടെ ജിഷ മിസ്സിന് എൻ്റെ പേരിലും എൻ്റെ സുഹൃത്തുക്കളുടെ പേരിലും വളരെ നന്ദി പറയുന്നു. അതോടൊപ്പം ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അശ്വതി മാം എത്രയും പെട്ടെന്ന് പനി മാറി തിരിച്ചു വരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Okay, bye. Thank you so much. Have a nice day. Bye. Thank you, ma'am. Okay. Thank you, ma'am. Thank you, ma'am. മക്കളൊക്കെ നല്ല ആക്റ്റീവ് ആയിരിക്കുന്ന സമയമാണല്ലേ. ആ സമയത്തും അമ്മമാരെ പിടിച്ച് ക്ലാസ്സിൽ ഇരുത്തിയേക്കുവാ എന്നാണ് വിചാരിക്കുന്നത്.